കേരള സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട MLA-യുമായിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലഭിച്ച അംഗീകാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടയം പൗരാവലി നൽകുന്ന ഈ പ്രൗഢ ഗംഭീരമായ സ്വീകരണത്തിൽ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കോട്ടയം നഗരം എല്ലാ വിധത്തിലും ഇന്ന് ഭാഗ്യവതിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ആഭ്യന്തര മന്ത്രിയായി കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി അഥവാ മിനിസ്റ്റർ എന്നുള്ള പദത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഭരണാധികാരി എന്ന അർത്ഥവും അതോടൊപ്പം തന്നെ സേവനം എന്നുള്ള അർത്ഥവും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ സമന്വയിക്കുന്ന അർത്ഥ പുഷ്ടിയുള്ള ഒരു സ്ഥാനമാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ സ്വൈര ജീവിതം നയിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഒരുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി നിർവഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. 21ാം നൂറ്റാണ്ടിൽ സാധാരണക്കാരന് പലപ്പോഴും സ്വൈര ജീവിതം നയിക്കുവാനുള്ള പ്രതിബന്ധങ്ങൾ അനവധി വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണ്. ക്രമസമാധാന നില സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സാധാരണക്കാരന് സ്വൈര ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിക്കുമ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ ഇവിടെ ആമുഖ പ്രസംഗം പറഞ്ഞ ബഹുമാനപ്പെട്ട KC ജോസഫ് സാർ ഇവിടെ ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് ഈ സംസ്ഥാനത്തിന് സാധാരണക്കാരന് സമാധാന ജീവിതം നയിക്കുവാനുള്ള ഒരു സൗകര്യം അദ്ദേഹം ഉണ്ടാക്കുന്നു, നൽകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. അതുപോലെ തന്നെ ഈ അക്ഷര നഗരിക്ക് അതിൻ്റെ വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കോട്ടയം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശ്രമിക്കുന്നു. സേവന കാര്യങ്ങളിലും അദ്ദേഹം അദ്വിതീയനാണ്. ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആവശ്യങ്ങളാണ് അദ്ദേഹം ദൈനംദിന ഓരോ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനൊക്കെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. പലപ്പോഴും നമുക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്. അതിനെല്ലാം മിതമായും നീതിയായും പക്വതയോടെയും സത്യത്തിന്റെ പാതയിൽ നിലനിന്നുകൊണ്ട് തന്നെ നീതി നിർവഹണം അദ്ദേഹം നിർവഹിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം ഒരു പുഷ്പമെത്തയായി കാണുന്നില്ലെങ്കിൽ പോലും സാധാരണക്കാരനെ സമാധാന ജീവിതം നയിക്കുവാൻ ഇത് ഏറെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. ഈ നല്ല നിലവാരം നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഈ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുള്ള പദവി ഈ സമൂഹത്തിന്, കേരള സംസ്ഥാനത്തിൽ മുഴുവൻ ജനങ്ങൾക്കും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഏവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഉടനെ തന്നെ മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിനുള്ള സമ്മതം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു.
ഒറ്റ സ്ഥലത്ത് പണം കിട്ടിയത് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഏർപ്പാടാണ് ഏർപ്പാട് ഇനി എളുപ്പമായി.